അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. പുതിയ നബിദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നബിദിനത്തിന് സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ്. ഞാൻ ഇന്നലെ ഒരു മദ്രസയിൽ ഒരു കുട്ടിക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു വീഡിയോ കണ്ടു. മാഷാ അല്ലാഹ്, സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. ഒരു പക്ഷെ ആ ഒരു രംഗം കാണുന്ന ആ ഒരു രംഗത്തിലുള്ള ആളുകൾക്കും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും തോന്നിയൊരു സന്തോഷം എത്ര വലുതായിരിക്കും. അവരും സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ഉസ്താദ് വിളിച്ചു പറയാണ്, ഒരൊറ്റ വഖത്ത് പോലും ഖളാ ആവാതെ എത്രയോ ദിവസങ്ങൾ സുബ്ഹി നമസ്കാരത്തിന് ഖളാ ആവാതെ വന്നൊരു കുട്ടി, ആ കുട്ടിക്ക് ഒരു സൈക്കിൾ സമ്മാനിക്കുന്നൊരു രംഗം. ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു, പടച്ചോനെ ആ കുട്ടി ഞാനായിരുന്നെങ്കിൽ, ഞാൻ അവൻ്റെ ഉപ്പയായിരുന്നെങ്കിൽ. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്? എൻ്റെ ഉള്ളിൽ എനിക്ക് ആരോ അയച്ചെന്നതാണ്, ആ സ്ഥലമൊന്നും എനിക്കറിയില്ല. ആ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ പൊന്നുമോൻ്റെ ഉപ്പ ഇതാണ്, വീട്ടുകാരിതാണ്, നാടിതാണ്, മദ്രസ ഇതാണ്, ഉസ്താദാണ് ഒന്നറിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്നും ഇവിടെ പങ്കുവെച്ചാൽ മാഷാ അല്ലാഹ് ഒരുപാട് സന്തോഷം. ആ വീഡിയോ എനിക്കുണ്ടായ സന്തോഷത്തിന്റെ കണ്ണുനീരുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം, കണ്ടവരാണെങ്കിൽ ഒന്നുകൂടെ കാണണം. ആ ഉസ്താദ് വിളിച്ചു പറയുന്നൊരു രംഗം, ഒരു സമ്മാനം കൊടുക്കുന്ന രംഗം കണ്ട് കണ്ണ് നിറഞ്ഞു പോവുക എന്നുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നമസ്കാരം ഖളാ ആക്കാതെ കിട്ടിയാൽ തന്നെ ഭാഗ്യം. ആ സമയത്ത് അവ്വല് ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് മദ്രസയിൽ നിന്ന് കിട്ടുന്ന ഒരു ഭൗതിക സമ്മാനം, അതിലപ്പുറം പടച്ച റബ്ബ് ഒരു സമ്മാനം കൊടുക്കും ഇൻഷാ അല്ലാഹ്. അതിന്റെ കാഴ്ചകൾ കാണുന്നതിന് മുൻപ് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഇത്തവണത്തെ നബിദിനത്തിന് ഒരുപാട് ക്ഷേത്ര മൈതാനത്തും ക്ഷേത്രമുറ്റത്തും ഹിന്ദുക്കളുമായ സഹോദരങ്ങളൊക്കെ ആ നബിദിന റാലികളെ വരവേൽക്കുന്നതും മധുരം കൊടുക്കുന്നതുമായ കാഴ്ച നമ്മൾ കണ്ടു. നമ്മൾ ഒരുപാട് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. പക്ഷേ ഒരു ഭാഗത്ത് കൂട്ടക്കരച്ചിലാണ്. ശശികല പോലെയുള്ള വിഷങ്ങൾ മാത്രം നിറക്കുന്ന മതഭ്രാന്തന്മാർ ഇതിനെ കാണുന്നത് ഹിന്ദു മതങ്ങളെ ധിക്കരിക്കുകയാണ്, ഹിന്ദുക്കൾ എന്താ പറയാ ഒന്നിനും കൊള്ളാത്തവരാണ്, പരമാവധി അവരെ പ്രകോപിപ്പിക്കുകയാണ് ഈ നബിദിനത്തിന്റെ പേരിൽ. എന്താണ് ചെയ്ത തെറ്റ്? ഏതൊക്കെയോ പുലാമന്തോള് ഏതോ ഒരു കുടുംബക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനകത്ത് മുസ്ലിം മതവിശ്വാസികളെ ദഫ് മുട്ടി കളിപ്പിച്ചത്രേ. അപ്പൊ അവിടെ ചെരുപ്പ് പോലും ഇടാൻ പാടില്ലാത്ത, മേൽവസ്ത്രം പോലും ധരിക്കാൻ പാടില്ലാത്ത ഭാഗത്ത് മുസ്ലിം കുട്ടികളെ കൊണ്ട് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് വിശ്വസിക്കുന്ന വർഗങ്ങളെ കൊണ്ട് നിങ്ങൾ എന്തർത്ഥത്തിലാണ് ദഫ് മുട്ട് കളിപ്പിച്ച് ചോദിക്കുന്നത്? ശശികല മാത്രമല്ല, ലക്ഷ്മി ചേച്ചിയെ പോലെയുള്ള പബ്ലിക്കിന്റെ മുന്നിൽ നല്ല ഫിഗറുള്ള ആളുകൾ വരെ ചോദിക്കാൻ, നിങ്ങൾ ഏതെങ്കിലും പള്ളികളിൽ ഗണേശോത്സവമോ ഏതെങ്കിലും പള്ളികൾ ക്ഷേത്രോത്സവമോ ശിവരാത്രിയുടെ ആഘോഷങ്ങളുടെ ചിത്രങ്ങളോ വീഡിയോകളോ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? എന്തിനാണ് നിങ്ങളുടെ നബിദിനം അമ്പലങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്? ഇവർക്കിതൊന്നും സഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരൊറ്റ ഹിന്ദുമത വിശ്വാസിയുടെയും വിശ്വാസ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ അങ്ങ് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് ആരും കയറുന്നില്ല. ആ വിശ്വാസികൾ തന്നെയാണ് സ്നേഹപൂർവ്വം ഈ നബിദിന റാലിക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്ന മധുരം കൊടുക്കുന്നതും. ഇവർക്ക് ഈ സ്നേഹത്തിന്റെ വർത്തമാനം പിടിക്കുന്നില്ല. പല ഹിന്ദു സഹോദരങ്ങള്, അമ്മമാര്, യുവതികള് ഇവർക്ക് വരുന്ന ആളുകളെ ആദരവോടുകൂടി കാണാം, സ്നേഹത്തോടു കൂടി അവരെ പുൽകുക. ഇതാണ് ഇവർക്ക് പറ്റാൻ. ഇവിടെ എപ്പോഴും ഒരു വർഗീയത, ഞങ്ങളും നിങ്ങളും, ഞാനെന്നും നീയെന്നുമായിട്ട് ഇങ്ങനെ മാറി നിൽക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അത്തറ് മണക്കുന്ന പേരിൽ ഇവർ വർഗീയത കാണാൻ, ചന്ദനം മണക്കുന്ന പേരിൽ നമ്മളിൽ ചില ആളുകളും അങ്ങോട്ടും വർഗീയത കാണാൻ. എനിക്കിഷ്ടമല്ല എൻ്റെ പേര്, എന്നിട്ടും വിളിച്ചാൽ ഉടനെ ഞാൻ വിളി കേൾക്കുന്നത് വീണ്ടും അത് കേൾക്കാതിരിക്കാനാണ് എന്ന് ജി ശങ്കരപ്പിള്ളയുടെ മനോഹരമായ ഒരു കവിതയുണ്ട്. എൻ്റെ പേര് ഞാനെന്നും നിന്റെ പേര് നീയെന്നും ആയിരുന്നെങ്കിൽ, മുഹമ്മദിന്റെ പേര് വിളിച്ചാൽ മുസ്ലിം ആണെന്ന് മനസ്സിലാവും, ചന്ദ്രന്റെ പേര് വിളിച്ചാൽ ഹിന്ദുവാണെന്ന് മനസ്സിലാവും. ആ മനസ്സിലായിക്കോട്ടെ, നമുക്ക് എവിടെയൊക്കെ ഒന്നിച്ചിരിക്കാം. അതിൻ്റെ ഉള്ളിൽ ആ സ്നേഹ കൈമാറ്റങ്ങൾ നടത്തുമ്പോൾ അതുപോലും അസ്വസ്ഥതമാക്കി വരുന്നൊരു വർഗം ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഇനിയെങ്കിലും കമ്മിറ്റിക്കാരെ നമ്മൾ ഇത്തരം രംഗങ്ങൾ പ്രചരിപ്പിക്കണം. നമ്മൾ കർണാടക മറ്റെന്താ പറയുക, കാസർഗോഡ് ഭാഗത്ത് കാവിമുണ്ടെടുത്ത സേവഭാരതിക്കാരാണ് അമ്പലത്തിലെ കമ്മിറ്റിക്കാർ അവർക്ക് മധുരം കൊടുത്ത്. ഇവർക്ക് സഹിക്കുന്നില്ല. ഇവർ പറയുന്നത് ഈ എന്താ പറയുക, ഹിന്ദുക്കളോ മുസ്ലിങ്ങളുടെ കാശ് കൊണ്ട് ജീവിക്കുന്ന വെറുമൊരു എച്ചിപ്പട്ടികളായ ഹിന്ദുക്കൾ മാത്രമാണ് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് വരെ കയറ്റുന്നത് എന്നുള്ളതാണ്. അവർക്ക് ഇങ്ങനെ കിടന്ന് തല്ല് കൂടണം. അത്തരം ഒരു ദുരന്തത്തിന്റെ കാഴ്ച കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഒരു സന്തോഷത്തിന്റെ കാഴ്ച കാണുമ്പോൾ ഒരു ഭാഗത്ത് ഹാലിളകും. അങ്ങനെ രണ്ടു കൂട്ടരിലുണ്ട് ഈ ഹാലിളകുന്ന കുറച്ച് ആളുകൾ. ഇവരാണ് ഏറ്റവും വലിയ ശാപം. അള്ളാഹു നമ്മുടെ നാടിനെ ഇത്തരം വർഗീയ ശക്തികളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. അപ്പൊ ഇൻഷാ അള്ളാഹു ഒരു പൊന്നുമോൻക്ക് കിട്ടിയൊരു സമ്മാനം, എനിക്ക് ആ കാഴ്ച കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാൻ. സമ്മാന വിതരണമാണ്. ഇന്നലെ മുതൽ എല്ലാവരുടെയും കണ്ണ് രണ്ട് സൈക്കിളിലായിരുന്നായിരുന്നു. സൈക്കിൾ ആര് ഓടിക്കുമെന്നുള്ളതാണ്.
അതിന് 1620 ജമാഅത്ത് നടന്നതിൽ 1452 പോയിന്റോടുകൂടെ 1620 ജമാഅത്ത് നിസ്കാരത്തിൽ 1452 പോയിന്റ് നേടിക്കൊണ്ട്. കുട്ടികളുടെ പേര് പറയട്ടെ, പറയല്ലേ? ആരും ബോധം കെടൂലല്ല. ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നിഹാൽ. ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത, ഒരൊറ്റ സുബഹി ജമാഅത്ത് മുടങ്ങാറില്ല. 4 മണി 4:20 ബാങ്കാണെങ്കിലും ആ ജമാഅത്തിന് കുട്ടി കൃത്യമായിട്ട് പങ്കെടുക്കും. സ്കൂളിലുള്ള സമയത്ത് ളുഹർ മാത്രമേ മുടങ്ങുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയത്തും ജമാഅത്തിൽ പങ്കെടുക്കുന്ന കുട്ടിയാണ്. ആരും കണ്ണുകൊള്ളിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും അവന് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ശർറുകളിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആ വിദ്യാർത്ഥിക്ക് വേണ്ടി സൈക്കിൾ നൽകുകയാണ്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി നിഹാൽ എന്ന വിദ്യാർത്ഥിയെയും അതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയത് ഉപ്പയേക്കാൾ കൂടുതൽ ഉമ്മയാണ്, അല്ലെ? കാരണം സുബൈക്ക് നമുക്കറിയാം, ഒരു കുട്ടിയെ രാവിലെ മദ്രസയിലേക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ അതിന് എണീപ്പിക്കാനുള്ള കഷ്ടപ്പാട്. 6:30 മദ്രസയാണെങ്കിൽ 6 മണിക്ക് തന്നെ വിളിക്കാൻ തുടങ്ങും, എണീക്കൂല. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെയാണ് സുബൈക്ക് 4:20 നടക്കുന്ന ജമാഅത്തിലേക്ക് ഒരു ഉമ്മ വിളിച്ചുണർത്തുന്നത്. അതുകൊണ്ട് ആ ഉമ്മയാണ് ഈ സമ്മാനത്തിന് ഏറ്റവും വലിയ അർഹതപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി നിഹാലിനെയും അതേപോലെ തന്നെ നിഹാലിന്റെ ഉപ്പ ഹംസക്ക എന്നിവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഹംസക്ക, കമ്മിറ്റി ഭാരവാഹികളൊക്കെ മുന്നിൽ വരും. കാരണം കുട്ടിയെ സെലക്ട് ചെയ്യാൻ വേണ്ടി അനുവദിച്ചിരുന്നത്. കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം. ഫസ്റ്റ് അടുത്ത് കൈ പിടിച്ച് വിളിക്കുന്നു. നോക്കട്ടെ, കമ്മിറ്റി കൈമാറട്ടെ. ആഘോഷ കമ്മിറ്റിക്കാരവിടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കഴിഞ്ഞ വർഷവും ഏറ്റവും കൂടുതൽ ജമാഅത്തിൽ നടന്ന സമ്മാനത്തിന് അർഹനായത് നിഹാൽ തന്നെയാണ് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. എന്ത് രസാലേ, ഒരു പൊന്നുമോന് ഇത്രയും നമസ്കാരങ്ങളൊക്കെ ജമാഅത്ത്. ആ ഉമ്മാക്ക് തന്നെയാണ് ക്രെഡിറ്റ്. നമ്മുടെ മക്കളെ പറഞ്ഞാൽ മക്കള് വെടക്കായാലും നേരായാലും അതിന്റെ ക്രെഡിറ്റ് ഉമ്മാക്ക് തന്നെയാണെന്നുള്ള കറക്റ്റാ. മക്കള് നേരത്തെ മദ്രസയ്ക്ക് വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ സമ്മാനം കൊടുക്കുമ്പോൾ ഉസ്താദുമാരെ ഉമ്മാക്ക് ഒരു നിസ്കാരക്കുപ്പായ നിങ്ങൾ സമ്മാനം കൊടുക്കണേ. കുട്ടികളെ നേരത്തെ ഒരുക്കി മദ്രസയിലേക്ക് മുടങ്ങാതെ പറഞ്ഞയച്ച് വരുന്ന ആ കുട്ടി വാങ്ങുന്ന സമ്മാനം പോലെ പ്രധാനമാണ് ആ ഉമ്മ അർഹിക്കുന്ന ഉമ്മാക്കുള്ള സമ്മാനവും. അതും കൂടി കൊടുക്കണം. അങ്ങനെ ചില മദ്രസകളൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടിക്കും സമ്മാനം, ഉമ്മാക്കും സമ്മാനം, ഉപ്പാക്കും സമ്മാനം. ഈ ഒരു കുട്ടി, അള്ളാഹു ആ കുട്ടിക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. അത് കണ്ടപ്പോ നമുക്കൊരു അസൂയ ഉണ്ടാവില്ലേ? നന്മയുടെ അസൂയ. ഒരാൾ നല്ല ഒരാളാകുമ്പോൾ നന്മയുടെ ഒരു ഇക്കും അങ്ങനെ ആവണം എന്നൊരാഗ്രഹം അള്ളാണ് അറിയാണ്ട് അങ്ങനെ തോന്നി. പൊന്നുമോനെ, നീ എവിടെയുള്ളവനാണ്? നിന്റെ മാതാപിതാക്കൾ അതൊന്നും എനിക്കറിയില്ല. അള്ളാഹു ആ കുടുംബത്തിന് ഹൈറ് നൽകട്ടെ. അതേപോലെ നമ്മുടെ മക്കൾക്കും. ഏതായാലും ആ സന്തോഷം ഞാൻ പങ്കുവച്ചതാണ്. കൂട്ടത്തിൽ നമ്മുടെ കുട്ടികളുടെ നിബിദിന കലാപരിപാടികൾ. അപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ പരിപാടി മുഹമ്മദ് ആഷിഖ് എന്നൊരു കുട്ടിയാണ്. റഹ്മാനിയ മദ്രസ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. 19ാം മൈലുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പരിപാടി. ദീപം മധുരാഗം പെയ്യും സയ്യിദി മനസ്സിൽ പ്രകാശനിധി. മണ്ണിൽ മണിദീപം മധുരാഗം പെയ്യും സയ്യിദി മനസ്സിൽ പ്രകാശനിധി. ആലം ശോഭിതമല്ലേ നബിയാലേ, ആകെ പൂരിതമല്ലേ നിധിയാലേ. 23 കൊല്ലം നേരിട്ടു ഇരുലോകമാകെ ഗുരുവോരിലയിച്ചു. നെക്സ്റ്റ് TS മുഹിയുദ്ദീൻ മിഖ്ദാദ് ഒരുമനയൂരിലാണ്. നല്ലൊരു ഖിറാഅത്താണ്. ഇതുവരെ ആരും നമ്മളതിൽ ഖിറാഅത്ത് ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في
മറ്റൊന്ന് ഷിസാൻ മോൻ കാസർഗോഡ് എന്നുള്ള. മദീന മദീന എന്റെ മദീന മെഹബൂബ് നബിയോ എന്റെ മദീന 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 എന്റെ മദീന മെഹബൂബ് നബിയോ എന്റെ മദീന പുഞ്ചിരിച്ച് പുഞ്ചിരിച്ച് മദീന പച്ചയിൽ പുതിച്ചരം ഉള്ള മദീന. മറ്റൊന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഷാമിൽ കിഴിശ്ശേരി എന്നൊരു കുട്ടി. മദീന പച്ചയിൽ പുതിച്ചറവയുള്ള മദീന കാണുവാൻ കൊതിയേറും എന്റെ മദീന കാമിലെന്ന് നബിയുറങ്ങും എന്റെ മദീന 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 എന്റെ മദീന മാശൂഖ് നബിയുറങ്ങും എന്റെ മദീന 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 എന്റെ മദീന. ലാസ്റ്റ് വൺ ഹയാൻ മുഹമ്മദ് 1ാം ക്ലാസ്സിലെ കുട്ടിയാണ്. കുറച്ച് മുൻപ് അയച്ചതാണ്, നമ്മൾ കൊടുക്കാൻ വിട്ടുപോയതാണ്. മലപ്പുറം പന്തല്ലൂരിൽ നിന്ന്. മദീനത്ത് മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മെഹബൂബ് നബിയെ സലാമലൈക സലാമലൈക മനസ്സകം കവർന്നൊരു കനീവിന്റെ പൊരുൾ ഗുരു മെഹമൂദ് റസൂലെ സലാമലൈക സലാമലൈക. അപ്പോൾ ഇൻഷാ അല്ലാ ഈ നമ്പറിലേക്ക് നമ്മുടെ മക്കളുടെ കലാപരിപാടികൾ അയക്കണം. ഈ കുട്ടികളുടെ പരിപാടിയെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കുട്ടികളുടെ വിഷയത്തിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക വേണം. മറ്റൊരു ദിവസം മറ്റൊരു നിബിദിന വിശേഷ വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.